നിപയ്ക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ ആശങ്ക ഉയർത്തി ഡെങ്കിയും. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഡെങ്കിപ്പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. കോഴിക്കോട് ചികിത്സയിലുള്ള നിപ ബാധിതൻ അതീവ ഗുരുതരാവസ്ഥയിൽ. 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. പാലക്കാട് കോളറയില്ലെന്ന് ഡിഎംഒ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയെന്ന് പ്രതിപക്ഷം. നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രാഷ്ട്രീയ ആരോപണം ഇന്ന് ആരോഗ്യമന്ത്രി. ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചു. ജില്ലാ കളക്ടറെ ഉപരോധിച്ച് മുഹമ്മദ് റിയാസ്. കെ മുരളീധരൻ നാളെ ജില്ലയിൽ. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റം വിവാദത്തിൽ. ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിച്ച രേഖകൾ അനധികൃത സ്ഥലം മാറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതാണ് കാരണമെന്നും പരാതി. തരം താഴ്ത്തി നിയമിച്ചത് തിരുത്തണമെന്ന് പ്രതിപക്ഷം. ദേവസ്വം പ്ലീഡർ നിയമനത്തിൽ യു ടേൺ അടിച്ച് സർക്കാർ. വിവാദമായതോടെ KB പ്രദീപിന്റെ രാജി ചോദിച്ചു വാങ്ങി. നിയമിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടെന്ന് കെ മുരളീധരൻ. കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദേവസ്വം മന്ത്രിയെന്ന് സണ്ണി ജോസഫ്. വിചിത്ര നിയമനമെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ PS പ്രശാന്തും കുരുക്കിലേക്ക്. പ്രശാന്തിനും മുന്നംഗം അജികുമാറിനും നോട്ടീസ്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അന്തരിച്ചു. യൂട്യൂബർ തൊപ്പിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പോലീസ് മേധാവി. 3 പരാതികൾ കൊച്ചി സൈബർ പോലീസിന്റെ പരിഗണനയിൽ. റിപ്പോർട്ട് തേടി കൊച്ചി കമ്മീഷണർ. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനോട് തർക്കിച്ചതിന്റെ പേരിൽ KSRTCയിലെ പണി പോയ യദുവിന് പുതിയ ജോലി. നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറാകും. നടപടി ചാണ്ടിയുമ്മൻ MLA സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നൽകിയ കത്തിനെ തുടർന്ന്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവി. നിയമനം ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലേക്ക്. ജൂൺ 30-ന് ചുമതലയേൽക്കും. പ്രതിരോധ രംഗത്ത് കരുത്ത് കൂട്ടി ഇന്ത്യ. 5000 കിലോമീറ്റർ വരെ പരിധിയിൽ പ്രഹരശേഷിയുള്ള 3 മിസൈലുകൾ പരീക്ഷിച്ചു. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് പൈലറ്റ് അടക്കം 5 ഉദ്യോഗസ്ഥർ മരിച്ചു. സഹ പൈലറ്റ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. അപകടം ജോർഹാട്ട് വ്യോമതാവളത്തിൽ ലാൻഡിംഗിനിടെ. അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമസേന. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമാകാനിരിക്കെ ആയത്തുള്ള ഖമനേയുടെ സംസ്കാര ദിവസം പ്രഖ്യാപിച്ച ഇറാൻ. ചടങ്ങുകൾ ജൂലൈ 9-ന്. സംസ്കാര തീയതി പ്രഖ്യാപിക്കുന്നത് ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 106-ാം നാൾ. ജന്മനാട്ടിൽ സംസ്കാരത്തിന് മുൻപ് 3 ദിവസം നീളുന്ന വിലാപയാത്ര. സമാധാന കരാർ 24 മണിക്കൂറിനുള്ളിൽ ഒപ്പിട്ടേക്കുമെന്ന് പാകിസ്ഥാൻ. ബംഗാളിൽ മമതാ ബാനർജിയെ പ്രതിരോധത്തിലാക്കി ED പോലീസ് സംയുക്ത നീക്കം. മമതയ്ക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കെതിരെ വിവിധ കേസുകളിൽ അന്വേഷണവുമായി BJP സർക്കാർ. അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ്. രാഷ്ട്രീയ പകപോക്കലെന്ന് തൃണമൂൽ കോൺഗ്രസ്. ലോകകപ്പ് കിരീട പ്രതീക്ഷയുമായി ബ്രസീൽ നാളെ ഇറങ്ങും. നെയ്മർ കളിക്കില്ല. എതിരാളികൾ മൊറോക്കോ. മത്സരം പുലർച്ചെ 3:30-ന്. ഖത്തർ സ്വിറ്റ്സർലൻഡ് പോരാട്ടം 12:30 മുതൽ. കണ്ണൂരുകാരൻ തഹസീൻ കളിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം.